നമസ്കാരം. തലപ്പത്ത് തമ്മിലടി, തലതൊട്ടപ്പൻ എവിടെ? സംസ്ഥാന പോലീസ് തലപ്പത്താണ് തമ്മിലടി. ഇതോ നമ്മുടെ നിയമപാലകർ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. വിജയനും എം.ആർ. അജിത് കുമാറും തമ്മിലെ പടലപ്പിണക്കം ഒരു സേനയ്ക്ക് മുഴുവൻ നാണക്കേടാകുന്നു. ആഭ്യന്തരമന്ത്രിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ? അനങ്ങാപ്പാറ നയം എന്തുകൊണ്ട് പിണറായി വിജയൻ സ്വീകരിക്കുന്നു? നമുക്കറിയാം, സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് സേനയുടെ തലപ്പത്ത് എത്തിയ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്വതവേ അദ്ദേഹം സൗമ്യനാണ്, ഒരു ലോ പ്രൊഫൈൽ സൂക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. കരിയറിലെ ഒരു ഘട്ടത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞ ഇങ്ങനെ ഒരാൾ പോലീസിൻ്റെ തലപ്പത്തുണ്ടോ എന്ന് പോലും പലർക്കും അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കേസ് അന്വേഷണങ്ങളിലൊന്നും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നില്ല. അതാണ് പൊടുന്നനെ പോലീസ് മേധാവിയായിട്ട് എത്തിയപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ടെല്ലാം അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ കാലത്ത് ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP ആയിട്ടെത്തിയ എം.ആർ. അജിത് കുമാർ സ്വാഭാവികമായിട്ടും DGPയുടെ റോൾ ഏറ്റെടുത്ത് പെരുമാറുന്ന ഒരു സാഹചര്യം പലപ്പോഴും കേരളം കണ്ടതാണ്. കീഴുദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മുതൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ലൈസൺ വരെയുള്ള കാര്യങ്ങളിൽ DGPയെ ബൈപ്പാസ് ചെയ്യുന്ന സൂപ്പർ DGP ആയിട്ട് ഇതേ ADGP മാറുന്നൊരു സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ ദർവേഷ് സാഹിബിന് ഒരു ഘട്ടം വരെയും ഇതത്ര വലിയ ഒരു പ്രശ്നമായി തോന്നിയതുമില്ല. 2024 ജൂണിൽ പോലീസ് മേധാവി സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കാലാവധി സർക്കാർ നീട്ടിക്കൊടുക്കുകയും സെപ്റ്റംബറിൽ എം.ആർ. അജിത് കുമാറിനെതിരെ PV അൻവർ രംഗത്തെത്തുകയും ചെയ്തതിന് പിന്നാലെ ദർവേഷ് സാഹിബിൻ്റെ നീക്കങ്ങളിലും പ്രകടമായിട്ടുള്ള വ്യത്യാസം കണ്ടു തുടങ്ങി. തൃശ്ശൂർ പൂരം കലക്കി എന്നതടക്കം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ DGPയെ അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചത് അജിത് കുമാറിന് നിർണായകമായി. അവിടെ മുതൽ ഇങ്ങോട്ട് DGPയുടെ എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും അജിത് കുമാറിന് എതിരായിട്ട് മാറുകയും ചെയ്തു. അൻവർ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിച്ചത് മാത്രമാണ് അജിത് കുമാറിന് ആകെ രക്ഷയായത്. അൻവർ കുടം തുറന്നുവിട്ട ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് IG ആയിരുന്ന P. വിജയന് മലപ്പുറം കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ADGP ആയിട്ടുള്ള എം.ആർ. അജിത് കുമാർ ഉന്നയിച്ചത്. DGPക്ക് നൽകിയ മൊഴിയിൽ ആ മൊഴിയിൽ പറഞ്ഞ ഇക്കാര്യം മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസാണ് തന്നെ അറിയിച്ചത് എന്നുകൂടി അജിത് കുമാർ പറഞ്ഞു വെച്ചു. എന്നാൽ സുജിത് ദാസ് ഇത് നിഷേധിച്ചതോടുകൂടി അജിത് കുമാറിന് വീണ്ടും കുരുക്കായി മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് P. വിജയൻ നൽകിയ പരാതി, ആ പരാതിയിൽ നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന് ഒടുവിലാണ് അജിത്തിനെതിരെ കേസെടുക്കാമെന്ന് DGP കഴിഞ്ഞ ദിവസം ശുപാർശ നൽകിയത്. കേരള പോലീസിൻ്റെ തലപ്പത്തെ അത്യപൂർവ അധ്യായമായിട്ട് മാറുകയാണ് ഇവരുടെ ഈ തമ്മിലടി എന്ന് പറയപ്പെടുന്നത്. IPSൻ്റെ ഒരേ ബാച്ചിൽപ്പെട്ടവർ അവർ തമ്മിലും സമകാലീനർ തമ്മിലുമൊക്കെ തലപ്പത്തേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ ഒരു മൂപ്പിളമ തർക്കം എക്കാലത്തും പതിവാണ്. എങ്കിലും ഈ മട്ടിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പരസ്പരം പരസ്യമായിട്ട് ഉന്നയിച്ചുകൊണ്ടുള്ള തർക്കം അത് സമാനതകൾ ഇല്ലാത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും ഒക്കെ നിലപാട് നിർണായകമാകും. രഹസ്യമായി RSS നേതാക്കളെ കാണാൻ പോയി എന്നും ആരോപണ വിധേയനായി സർക്കാരിന് തലവേദന ഉണ്ടാക്കിയെങ്കിലും ഈ അജിത് കുമാർ എന്ന് പറയപ്പെടുന്ന എം.ആർ. അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇനിയും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ സർക്കാർ തന്നെ സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ മേധാവിയായി നിയമിച്ചിരിക്കുന്ന P. വിജയൻ്റെ ആവശ്യവും സർക്കാരിന് തള്ളാനാവില്ല. ഈ സ്ഥാനത്ത് എത്തുന്നതിന് തൊട്ടു മുൻപ് വിജയൻ ഉണ്ടായിട്ടുള്ള സസ്പെൻഷന് വരെ കാരണക്കാരനായത് ഇതേ എം.ആർ. അജിത് കുമാർ ആണ് എന്നത് നിസ്സാരമായി എടുക്കുവാൻ വിജയനുമായിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളിൽ വിജയനോട് സർക്കാരിലെ തന്നെ ചിലർക്കുണ്ടായിട്ടുള്ള ഒരു അതൃപ്തി അത് ഭംഗിയായി മുതലെടുക്കുവാൻ എം.ആർ. അജിത് കുമാറിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിരുന്നു IG റാങ്കിൽ നിൽക്കെ ഉണ്ടായിരുന്ന വിജയൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 6 മാസം പുറത്തു നിന്നു എങ്കിലും അന്വേഷണത്തിൽ ആരോപണങ്ങൾ ആവിയായതോടുകൂടി ADGP ആയിട്ട് പ്രമോഷൻ നേടി ഇൻ്റലിജൻസിൻ്റെ തലപ്പത്തേക്ക് വിജയൻ എത്താനായി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുകൂട്ടർക്കും ഹിതകരമാകും വിധം വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള വഴി കണ്ടെത്താനാകും സർക്കാർ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
DGPയുടെ ശുപാർശ അംഗീകരിച്ച് അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ സാധ്യത എന്ന് പറയപ്പെടുന്നത് വളരെ വിരളമാണ്. എന്നാൽ ഇത്രയ്ക്ക് ഒരു പൊതുചർച്ചയായി മാറിപ്പോയ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കോംപ്രമൈസ് അത് ഇരു കൂട്ടർക്കും ഡാമേജ് ഉണ്ടാക്കും എന്നത് ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ സർക്കാർ ഒരു വലിയ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കേണ്ടി വരും. അതേസമയം ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളുടെ പേരിൽ തുടങ്ങിയിട്ടുള്ളതല്ല എന്നുള്ള കാര്യം സർക്കാരിനും നല്ലപോലെ ധാരണയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത അല്ലെങ്കിൽ കേടുവരുത്താത്ത രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാത്രമേ പിണറായി വിജയനും ഒപ്പം പിണറായി വിജയൻ്റെ സംഘവും ശ്രമിക്കൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ എന്തായാലും നിലവിൽ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകൾ എടുക്കാനാണ് DGP ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഇൻ്റലിജൻസിൻ്റെ മേധാവിയായിരുന്ന ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയത് എന്നുള്ള കേസിനാണ് നടപടി സ്വീകരിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 മാസം മുമ്പ് DGP ഇത്തരത്തിലൊരു ഒരു ശുപാർശ സർക്കാരിന് നൽകിയിട്ട് പോലും ഇതുവരെയും ആ ശുപാർശയുടെ പേരിൽ ഒരു തരത്തിലുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ഉണ്ട് അജിത് കുമാറിനെ കുറിച്ച്. അജിത് കുമാറിനെ സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട്. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികളാകും പിണറായിയുടെ പക്ഷത്തു നിന്നും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു വിധത്തിലും സംശയമില്ല. അപ്പോൾ MR അജിത് കുമാറിനെ പോലൊരു നാളെ DGP ആകാൻ പോകുന്ന ഒരാളെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഒരിക്കലും തള്ളിക്കളയാൻ പോകുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇവർ തമ്മിലുള്ള തമ്മിലടി, അതായത് P വിജയനും MR അജിത് കുമാറും തമ്മിലുള്ള ആ തമ്മിലടി, അത് പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേർക്കും ഒരു തരത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകാതെ സർക്കാരിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഏത് വിധേനയും പരിഹരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ മുന്നിലെ ഏക പോംവഴി. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിന് യാതൊരു തരത്തിലുള്ള തട്ടുകേടും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം MR അജിത് കുമാർ ഒന്നുമല്ലെങ്കിലും പിണറായി വിജയൻ്റെ മാനസപുത്രനാണ്. ഏത് കാര്യം എപ്പോൾ നടപ്പിലാക്കണമെങ്കിലും എന്ത് നടപടി സ്വീകരിക്കണമെങ്കിലും MR അജിത് കുമാറിനെ പോലൊരാൾ ഉണ്ടെങ്കിൽ പിണറായി വിജയന് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ MR അജിത് കുമാറിനെ വേണ്ട വിധം പരിഗണിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട ഒത്താശകൾ പല വിധത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിലും മാത്രമല്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരാൻ പോകുന്ന വേളയിലും ഈ തമ്മിലടിയും ആഭ്യന്തര യുദ്ധങ്ങളുമൊക്കെ നടക്കുന്നത് ഒരു തരത്തിലും സർക്കാരിന് ഭൂഷണമല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിനെ തകർക്കുന്ന തരത്തിലേക്കുള്ള പോലീസിനുള്ളിൽ തന്നെയുള്ള ഈ ആഭ്യന്തര കലഹം ഇപ്പോഴേ പറഞ്ഞു തീർത്തില്ല എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ അത് സർക്കാരിന് തന്നെ കോട്ടം തട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് രണ്ടുപേരെയും ഒരു തരത്തിലും തമ്മിലടിയിൽ നിന്ന് മാറ്റി അവർക്ക് രണ്ടുപേർക്കും സ്വീകാര്യമാകുന്ന ചില നടപടികൾ തന്നെയാകും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിലും സംശയം. ഇവിടെ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് CPMൻ്റെ അഭിമാന പോരാട്ടം കൂടിയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം PV അൻവറിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് മുന്നോട്ട് പോകുവാൻ തന്നെയായിരിക്കും പിണറായി വിജയൻ തയ്യാറെടുക്കുക. സ്വന്തം സർക്കാരിൻ്റെ ഇമേജ് ഒരിക്കലും ഇടിച്ചു കളയുവാൻ അദ്ദേഹം തയ്യാറാവില്ല എന്നുകൂടി ഇതിനോടൊപ്പം ചേർക്കട്ടെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇമേജിന് ഡാമേജ് സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ MR അജിത് കുമാർ ആണെങ്കിലും P വിജയൻ ആണെങ്കിലുമൊക്കെ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ ഈ പറയുന്ന പിണറായി വിജയൻ സമ്മർദ്ദമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്കും ചിലപ്പോൾ പോയേക്കാം. പക്ഷേ അത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് മാത്രം. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുന്ന വേളയിൽ ഇനിയും പിണറായി വിജയന് സമയമുണ്ട്, അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ DGP പദത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ MR അജിത് കുമാറിൻ്റെ സാധ്യതകളെ ഒരിക്കലും തള്ളിക്കളയാനുമാവില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു വഴിവെട്ടി കൊടുക്കുവാൻ തന്നെയായിരിക്കും പിണറായി വിജയൻ ഇനി ശ്രമിക്കുക. അപ്പോൾ വരും കാലങ്ങളിൽ DGP ആയി എത്താൻ പോകുന്നത് MR അജിത് കുമാർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.